ഐ എം ഷെഫ് ലിഷൻ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കിടലിന് ഒരു റെസിപ്പിയാണ്, ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ്, സ്വീറ്റ് ബോണ്ടയുടെ. 4 മണിക്ക് ചായയൊക്കെ കഴിക്കാൻ പറ്റിയ കിടലിന് ഒരു സ്നാക്കാണത്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പി അല്ലെങ്കിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ബോണ്ട തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 250 ഗ്രാം മൈദാ മാവ് എടുക്കുക. നല്ല പോലെ അരിച്ചെടുത്ത മാവായിരിക്കണം അത്. അതിനുശേഷം മൈദാ മാവിലേക്ക് 50 ഗ്രാം അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇടിച്ച് ചതച്ചെടുത്തേക്കുന്ന ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായി അധികം തിക്കല്ലാത്ത വെള്ളത്തോടു കൂടിയ ശർക്കരപ്പാനി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം തിക്നെസ് വേണ്ട, അല്പം വെള്ളം കൂട്ടി പാനി തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ നമ്മുടെ മാവ് ശർക്കരപ്പാനിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മാവ് കട്ട പിടിക്കാതെ നല്ലതുപോലെ അതിൽ യോജിപ്പിക്കുന്ന രീതി മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമ്മുടെ മാവിലേക്ക് അല്പം പാനിയും കൂടെ ഒഴിച്ച് നമ്മുടെ മാവ് ഒന്ന് നല്ലപോലെ ലൂസാക്കി എടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാവ് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നല്ലപോലെ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാവ് നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് ഇതുപോലെ ഒഴുകി നടക്കുന്ന രീതി വരെ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ കടായിൽ ഓയിൽ ചൂടാക്കി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ചെറിയ ബോളുകളാക്കി നമ്മുടെ മാവ് കൈകൊണ്ട് ഇതുപോലെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ നല്ല ചൂടായിരിക്കുന്ന സമയത്തായിരിക്കും ഇട്ട് കൊടുക്കണം. നമ്മുടെ ബോണ്ട എല്ലാം ഇട്ട് ബോണ്ടയുടെ ഒരു സൈഡ് നല്ലപോലെ ക്രിസ്പി ആയ സമയം സ്ട്രെയിനർ ഉപയോഗിച്ച് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും നല്ലതുപോലെ ക്രിസ്പിയാക്കി എടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ടല്ലോ. നല്ല ക്രിസ്പിയായി, പുറത്ത് നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ്നെസ് ആയ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിനെ സ്ട്രെയിനർ ഉപയോഗിച്ച് കോരിയെടുത്ത് നമുക്കൊരു സൂപ്പർ ഒരു പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്ത് ടേബിളിലേക്ക് നമ്മുടെ ബോണ്ടയിലൊന്ന് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സ്നാക്കാണ് ഈ സ്വീറ്റ് ബോണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയെ കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.